നസ്രായൻസ് മീഡിയ എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ 2ാം സെമസ്റ്റർ BA മലയാള വിദ്യാർത്ഥികൾക്കായിട്ട് ഞാൻ ആരംഭിച്ചതാണ് ഈ ചാനൽ. ആദ്യം തന്നെ എല്ലാവരും തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കേണ്ടതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മുടെ 2ാം സെമസ്റ്ററിൽ പ്രധാനമായും മലയാളം വിനിമയം ചെയ്യുന്നത് ചെറുകഥാ സാഹിത്യത്തെക്കുറിച്ചാണ്. ചെറുകഥാ സാഹിത്യത്തിൽ തന്നെയും നമ്മൾ ആ ചെറുകഥാ സാഹിത്യത്തിൻ്റെ പ്രാരംഭഘട്ടത്തെക്കുറിച്ചും നവോത്ഥാനവും മാനവികതയെക്കുറിച്ചും പിന്നെന്താണ് സ്ത്രീപക്ഷ രചനകളുടെ സാരംഭവും വികാസത്തെക്കുറിച്ചും ആധുനിക ചെറുകഥകൾ എപ്രകാരമാണെന്നും ആധുനികാനന്തര ചെറുകഥകളുടെ സവിശേഷതയെക്കുറിച്ചും നമ്മുടെ സമകാലീന മലയാള ചെറുകഥകൾ എന്താണ് എന്നുമൊക്കെയാണ് നമ്മളിതിൽ വിനിമയം ചെയ്യുന്നത്. ഇത് പ്രധാനമായും 6 ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബ്ലോക്കിലെ മലയാള ചെറുകഥ പ്രാരംഭഘട്ടത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിൽ ആ പ്രാരംഭഘട്ടത്തിൻ്റെ സവിശേഷതകൾ എടുത്തു കാണിക്കുവാനായിട്ട് നമുക്ക് മനസ്സിലാകുവാനായിട്ടും ഉദാഹരണം എന്ന രീതിയിൽ 2 കഥകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 2 ചെറുകഥകൾ എന്ന് നോക്കാം നമുക്ക്. മൂർക്കോത്ത് കുമാരൻ്റെ മിശ്രവിവാഹവും അതോടൊപ്പം തന്നെ K. സുകുമാരൻ്റെ ആരാൻ്റെ കുട്ടി എന്ന കഥയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മൂർക്കോത്ത് കുമാരൻ്റെ മിശ്രവിവാഹം എന്ന ആ ഒരു യൂണിറ്റിലേക്ക്. അതിന് മുന്നോടിയായിട്ട് ആദ്യകാല ചെറുകഥകളുടെ സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ആദ്യകാല ചെറുകഥയുടെ സവിശേഷതകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ 5 മാർക്കിനോ അല്ലെങ്കിൽ 10 മാർക്കിനോ ഉള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. 5, 6 അല്ലെങ്കിൽ 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആദ്യകാല ചെറുകഥാ സാഹിത്യത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മലയാള ചെറുകഥയുടെ ഉദയകാലത്തെ രചനാ സവിശേഷതകളിൽ ഒന്നായിരുന്നു വ്യത്യസ്തതയാർന്ന പ്രമേയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത്. യാത്രകൾ, കമ്പിത്തപാൽ, തീവണ്ടി യാത്ര, അതോടൊപ്പം തന്നെ പോലീസ്, കോടതി വ്യവഹാരം തുടങ്ങിയ പ്രമേയ അവതരണങ്ങളിലൂടെ ആധുനികതയുടെ വരവ് മിക്ക കഥകളിലും അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ചെറുകഥ ഗദ്യത്തിൽ രചിക്കുന്ന ആഖ്യാനമാണ്. അപ്പോൾ നമുക്കറിയാം ഗദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പദ്യമല്ലാത്തതിനെയാണ് ഗദ്യം എന്ന് പറയുന്നത്. പദ്യം കവിത, അതായത് കവിതാരൂപത്തിലുള്ളതല്ലാത്തതിനെയാണ് നമ്മൾ ഗദ്യം എന്ന് പറയുന്നത്. നമ്മുടെ കഥാലേഖനം അപ്പോൾ അങ്ങനെയുള്ള എല്ലാം എന്താണ്? ഗദ്യത്തിലാണ് ഉള്ളത്. അപ്പോൾ ചെറുകഥ എന്ന് പറയുന്നത് ഗദ്യത്തിൽ രചിക്കുന്ന ആഖ്യാനമാണ്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശനം അതിൽ ഉണ്ടാകാതെ വയ്യ. അപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഈ ഗദ്യത്തിൽ രചിക്കപ്പെടുന്ന ചെറുകഥ ആരുടെ വ്യക്തിത്വ പ്രകാശനമാണ് കാണാൻ സാധിക്കുന്നത്? അതിൽ എഴുതുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി, അവരുടെ ആ ഒരു വ്യക്തിത്വം തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ അകത്ത് പ്രകാശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഭാഷാശില്പം എന്ന നിലയിൽ സൂക്ഷ്മവും സാന്ദ്രവുമായ രചനയായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ചെറുകഥ എന്ന് പറയുന്നത്. നമ്മുടെ യുക്തിബോധത്തിന് നിരക്കുന്ന ഇതിവൃത്തമായിരിക്കും. അപ്പം ഒരു ചെറുകഥയെ മറ്റു കഥകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കുറച്ച് ഘടകങ്ങളെക്കുറിച്ചാണ് ഇനി അങ്ങോട്ട് പറയുവാനായിട്ട് പോകുന്നത്. എന്താണെന്നറിയാമോ? യുക്തിബോധത്തിന് നിരക്കുന്നതായിട്ടുള്ള ഇതിവൃത്തമായിരിക്കും. അതായത് നമ്മുടെ നോർമൽ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു ഇതിവൃത്തമായിരിക്കും ചെറുകഥകളിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നീട് യഥാർത്ഥ മനുഷ്യരുടെ ഒരു ഛായയും പ്രകൃതവുമുള്ള കഥാപാത്രങ്ങളായിരിക്കും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന നമുക്ക് പരിചിതമായ മനുഷ്യരുടെ സ്വഭാവ സവിശേഷതകളുള്ള അല്ലെങ്കിൽ അവരുടെ രൂപസാദൃശ്യങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള അവരുടെ രീതികളെ വർണ്ണിച്ചുകൊണ്ടുള്ള നമുക്ക് പരിചിതമായിട്ടുള്ള രീതിയിലായിരിക്കും ചെറുകഥയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വിശ്വസനീയമായ ഒരു ജീവിത ചിത്രീകരണമായിരിക്കും നമുക്ക് ചെറുകഥയിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മനുഷ്യരുടെ പച്ചയായ മനുഷ്യൻ്റെ ഒരു ജീവിത ആവിഷ്കാരം എന്ന് വേണേൽ നമുക്ക് എന്ത് ചെയ്യാം? ചെറുകഥയെ പറയാനായിട്ട് സാധിക്കും. കഴിയുന്നതും യഥാർത്ഥ പ്രതീതി ഉണർത്തുന്ന സ്ഥലകാല പശ്ചാത്തലവും കഥാപാത്രങ്ങളുടെ മനോഭാവ ആവിഷ്കാരവും. ചെറുകഥകൾ നമ്മൾ എടുത്തു നോക്കുമ്പം ഓരോ കഥാപാത്രത്തിൻ്റെ മനോഭാവം എന്താണെന്ന് എഴുത്തുകാരൻ അവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പം ഇത് മറ്റ് കഥകളിൽ നിന്നും വ്യത്യസ്തമാണ്. ചെറുകഥയിൽ കഥാപാത്രങ്ങളുടെ മനോഭാവ ആവിഷ്കാരം കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവസാനം എത്തുമ്പോഴത്തേക്കും ഒരു ഗുണപാഠ പരാമർശത്തേക്കാൾ ഒരു ജീവിതാവസ്ഥയുടെ അന്തർഭാവത്തെ സ്ഫുരിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഈ ആദ്യകാല ചെറുകഥകളിൽ കാണാനായിട്ട് സാധിക്കും.
പിന്നെ കഥയിലുടനീളം പ്രസരിച്ചു നിൽക്കുന്ന എഴുത്തുകാരൻ്റെ ജീവിതബോധത്തിൻ്റെ അനന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായതിനെയാണ് അനന്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കഥയിലുടനീളം എന്ത് ചെയ്യുന്നുണ്ട്? എഴുത്തുകാരൻ്റെ ആ ഒരു എഴുത്തുകാരന് ജീവിതത്തെക്കുറിച്ച് ഒരു ചിന്തയുണ്ട്, ഒരു ബോധമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനന്യത ആ ചെറുകഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങളും പരമ്പരാഗത കഥാരൂപങ്ങളിൽ നിന്നും ചെറുകഥ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമാക്കുന്നുവെന്ന് നമുക്ക് ആദ്യകാല ചെറുകഥകളെക്കുറിച്ച് മനസ്സിലാക്കാം. പല കാര്യങ്ങളിലും പഴയ കഥാരൂപങ്ങളുടെ സ്വഭാവത്തെയും ശില്പരീതിയെയും നിരാകരിച്ചുകൊണ്ടാണ് ചെറുകഥ വ്യക്തിത്വം നേടിയതെങ്കിലും നമ്മുടെ പിൻകാലത്ത് അത് നാടോടി കഥകളുടെ ചില സാങ്കേതിക സ്വഭാവങ്ങളെ ബോധപൂർവം ഉൾക്കൊണ്ട് പുതുമ കൈവരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ചെറുകഥയുടെ പ്രാരംഭത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഒരു സവിശേഷത എന്താണെന്നും കൂടെ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം. നോവലിനേക്കാൾ വളർച്ച പ്രാപിച്ച ഒരു സാഹിത്യശാഖയാണ് എന്തെന്ന് പറയുന്നത്? ഈ ചെറുകഥ എന്ന് പറയുന്നത്. വിദ്യാവിനോദിനി, ഭാഷാപോഷിണി, രസികരഞ്ജിനി എന്നീ മാസികകളുടെ ആവിർഭാവത്തോടുകൂടിയാണ് മലയാളത്തിൽ ചെറുകഥാ പ്രസ്ഥാനം ഉടലെടുത്തത്. അപ്പോൾ നമ്മുടെ ചെറുകഥാ പ്രസ്ഥാനം ഉടലെടുത്തത് ഏതൊക്കെ മാസികകളുടെ ആവിർഭാവത്തോടുകൂടാണ്? ഒന്നാമത് വിദ്യാവിനോദിനി, ഭാഷാപോഷിണി, പിന്നെന്താണ്? രസികരഞ്ജിനി. ഈ 3 മാസികകളുടെ ആവിർഭാവത്തോടു കൂടാണ് മലയാളത്തിൽ ചെറുകഥാ പ്രസ്ഥാനം ഉടലെടുത്തത്. 1891 നമ്മുടെ വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി എന്ന കഥ വിദ്യാവിനോദിനി മാസികയിൽ പ്രസിദ്ധീകരിച്ചതോടുകൂടാണ് മലയാളത്തിൽ ചെറുകഥയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ. നമുക്കറിയാം, വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ചെറുകഥയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് അറിയപ്പെടുന്നത്. അതേതാണ്? വാസനാവികൃതിയാണ്. ഓക്കെ ആയല്ലോ. അപ്പോൾ ഇതോടുകൂടാണ് അത് എവിടെയാണ് പ്രസിദ്ധീകരിച്ചത്? വാസനാവികൃതി പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനി മാസികയിലാണ്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണം, കാര്യം നമ്മുടെ 1 മാർക്ക് ചോദ്യമായിട്ട് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി എന്ന കൃതി പ്രസിദ്ധീകരിച്ച മാസിക ഏത് എന്ന് ചോദിക്കാം. ഏതാണ്? വിദ്യാവിനോദിനിയിലാണ് പ്രസിദ്ധീകരിച്ചത്. മറ്റൊരു ചോദ്യം ഇങ്ങനെ വേണേ വരാം, ആദ്യകാല മാസികകളുടെ പേരുകൾ എഴുതുക എന്ന് പറയാം. അപ്പോൾ എന്താ? വിദ്യാവിനോദിനി, ഭാഷാപോഷിണി, രസികരഞ്ജിനി ഇങ്ങനെ എഴുതാം. വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി വിദ്യാവിനോദിനിയിൽ പ്രസിദ്ധീകരിച്ച വർഷം ചോദിക്കാം. അപ്പോൾ അത് 1891 ഒക്കെ നമുക്ക് എഴുതാം. ഓക്കെ ആയല്ലോ. അപ്പോൾ കഥയ്ക്ക് വേണ്ടി കഥ പറയുന്ന രീതിയിലായിരുന്നു ആദ്യകാല കഥകൾ. അപ്പോൾ ആദ്യകാല കഥകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരുന്നു എന്ത്? കഥയ്ക്ക് വേണ്ടി കഥ പറയുന്ന രീതിയിലായിരുന്നു ആദ്യകാല കഥകൾ. ജീവിതത്തെക്കുറിച്ച് ഇത്തരം കഥകൾ അന്വേഷിക്കുന്നില്ല. പിന്നെന്താണ്? ഉത്തമ പുരുഷന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള രീതിയിലായിരുന്നു ഇവരുടെ രചന എന്ന് പറയുന്നത്. കുറേ സംഭവങ്ങൾ പരത്തി പറയുന്നതിൽ കവിഞ്ഞ് കഥയ്ക്ക് ആവശ്യമായ ഏകാഗ്രതയിലും ഘടനയിലും അന്നത്തെ കഥാകൃത്തുക്കൾ ശ്രദ്ധിച്ചിരുന്നത്. എന്താണ്? ഇങ്ങനെ പരത്തി അങ്ങ് കഥ പറഞ്ഞു പോവുകയാണ്. അതിന് ഏതിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്? ഉത്തമ പുരുഷന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കഥകളായിരുന്നു ആദ്യകാല കഥകൾ. അതിങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ പരത്തി കവിഞ്ഞ് പറയുന്നതല്ലാതെ കഥയ്ക്ക് ഒരു ഏകാഗ്രതയോ ഒരു ഘടനയോ ഒന്നും അന്നത്തെ കഥാകൃത്തുകൾ നൽകിയിരുന്നില്ല. അത്ഭുതം, സങ്കല്പം, പിന്നെ വിനോദം, സാഹസികത ഇവയ്ക്കൊക്കെയാണ് അവരെന്ത് ചെയ്തത്? ആ ഒരു കാലത്ത് പ്രാധാന്യം നൽകിയത്. സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അവർ അകന്നു നിന്നു. അന്നത്തെ സാമൂഹിക പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാനോ അല്ലെങ്കിൽ അതിനെ ഗദ്യ രൂപത്തിലാക്കിയിട്ട് അല്ലെങ്കിൽ ചെറുകഥയുടെ രൂപത്തിലാക്കി ജനങ്ങളിൽ എത്തിക്കാനോ ഒന്നും അവർ നോക്കിയില്ല. അവർക്കതൊന്നും വേണ്ട. അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്തിനാണ്? അത്ഭുതപ്പെടുന്നതിനെ പറ്റിയും സങ്കല്പങ്ങളും കുറേ വിനോദം, സാഹസികത ഇവയ്ക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അവർ ചെറുകഥകൾ രചിച്ചിരുന്നത്. പിന്നെന്താ പറയുന്നത്? കേവലം വിനോദം മാത്രമായിരുന്നു ഈ അന്നത്തെ കാലത്തെ കഥാരചനയുടെ ഒരു ലക്ഷ്യം തന്നെ. മനുഷ്യൻ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവർ എന്ന അർത്ഥത്തിൽ ആദ്യകാല കഥാകാരന്മാരെ പിന്നെന്താണ് പലായനാത്മക കഥാപാത്രങ്ങൾ എന്ന് വിളിച്ചു. അപ്പോൾ എങ്ങനെയാണ് വിളിച്ചിരുന്നത്? പലായനാത്മക സാഹിത്യകാരന്മാരെന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തെ അവരെ ആ ഒരു കാലഘട്ടത്തിലെ കഥാകാരന്മാരെ വിളിച്ചത് പലായനാത്മക സാഹിത്യകാരന്മാരെന്നാണ് വിളിച്ചത്. ഓക്കെ ആയല്ലോ.
അപ്പോൾ ആദ്യകാല ചെറുകഥകളുടെ ഒരു സവിശേഷത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആദ്യകാല ചെറുകഥകൾ എഴുതിയ ആ എഴുത്ത് അല്ലെങ്കിൽ ആ കഥാകൃത്തുക്കളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ ഈ പറയുന്ന പോയിന്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തം ഭാഷയിൽ നല്ല രീതിയിലാക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നോക്കുക, ആദ്യകാല കഥാകൃത്തുക്കളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യഘട്ടത്തിൽ ചെറുകഥയുമായി രംഗത്ത് വന്നവരിൽ പ്രമുഖരായിരുന്നു വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. നമുക്കറിയാം വേങ്ങൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി, ഓക്കെ ആയല്ലോ, വാസനാവികൃതി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പിന്നെ മൂർക്കോത്ത് കുമാരൻ, പിന്നെ CS ഗോപാലപണിക്കർ, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, അമ്പാടി നാരായണ പൊതുവാൾ, MR കേസി, പിന്നെ ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോൻ, K സുകുമാരൻ, കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ, അപ്പൻ തമ്പുരാൻ എന്നിവരാണ് ആദ്യകാല ചെറുകഥാകൃത്തുക്കളെന്ന് പറയുന്നത്. എന്നാൽ ഇവരോടൊപ്പം തന്നെ CP അച്യുതമേനോൻ, CV കുഞ്ഞിരാമൻ, CWള്ളി നാരായണൻ നമ്പൂതിരി, അങ്ങനെ തുടങ്ങി കുറേ ആൾക്കാരുടെ കഥകളും എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രണയം, വീരാപദാനം, അമളി, അപസർപ്പകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിറ്റക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നതായിട്ടുള്ള, അപ്പോൾ ഡിറ്റക്റ്റീവ്, അപസർപ്പകം, നായാട്ട്, കോടതി വ്യവഹാരം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ ഘട്ടത്തിലുണ്ടായ ചെറുകഥകളെയും അധികവും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. പല കഥകൾക്കും നമ്മുടെ സമകാലീന ജീവിത യാഥാർത്ഥ്യങ്ങളോട് അടുപ്പം ഉണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മളിപ്പോൾ സമകാലീന ജീവിതവുമായി ബന്ധപ്പെട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത കഥകളായിരുന്നു അക്കാലത്ത് രചിച്ചിരുന്നത്. ഭാവനയുടെ തലത്തിൽ നിന്നുകൊണ്ട് യുക്തിബന്ധം കുറഞ്ഞ ഇതിവൃത്തങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു പല കഥാകൃത്തുക്കളും അന്ന് ചെയ്തിരുന്നത്. ജീവിതത്തിലെ ചില സാധാരണ സംഭവങ്ങൾ നർമ്മബോധത്തോടെ ആവിഷ്കരിക്കാനായിരുന്നു വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ശ്രമിച്ചത്. അപ്പോൾ നോക്കുക, ദ്വാരക, മദിരാശി പിത്തലാട്ടം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. കേവല സങ്കല്പത്തിൽ പിന്നാലെ മാത്രം പോകാതെ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം നിരീക്ഷണം ചെയ്ത് അവതരിപ്പിക്കാൻ മൂർക്കോത്ത് കുമാരൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പം മൂർക്കോത്ത് കുമാരൻ്റെ ഒരു സവിശേഷതകളെക്കുറിച്ച് നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. കേവല സങ്കല്പത്തിൻ്റെ പിന്നാലെ മാത്രം പോകാതെ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം നിരീക്ഷണം ചെയ്ത് അവതരിപ്പിക്കുവാൻ മൂർക്കോത്ത് കുമാരൻ ശ്രദ്ധിച്ചിരുന്നു. തികഞ്ഞ രസികത്വം അദ്ദേഹത്തിൻ്റെ കഥകളുടെ സവിശേഷതയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളുടെ പേര് നമുക്ക് നോക്കാം. കലികാല വൈഭവം, മരണപത്രം എന്നിവയൊക്കെ അതിന് ഉദാഹരണമാണ്. പിന്നെന്താണ്, വാസ്തവികങ്ങളോ കൽപ്പിതങ്ങളോ ആയ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് CS ഗോപാലപണിക്കർ എന്ത് ചെയ്തത്, കഥകൾ എഴുതിയത്. അപ്പം CS ഗോപാലപണിക്കർ എന്ന് പറയുന്ന വ്യക്തി കഥകൾ എഴുതിയത് വാസ്തവികതകളെ അടിസ്ഥാനമാക്കിയും കൽപ്പിതങ്ങളോ ആയ സംഭവങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് കഥകൾ എഴുതിയിരുന്നത്. വർണ്ണന പ്രധാനമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ CS ഗോപാലപണിക്കരുടെ കഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് ഉദാഹരണമാണ് ഒരു മുതല നായാട്ടും മേൽവിലാസം മാറി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു മാർക്ക് ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. കലികാല വൈഭവം, മരണപത്രം എന്നിവ ആരുടെ കഥകളാണ്, ആരുടെ കഥകളാണ്, നമ്മുടെ ആരുടെയാണ്, മൂർക്കോത്ത് കുമാരൻ്റെ കഥകളാണ്. ഏത്, കലികാല വൈഭവവും മരണപത്രവും. പിന്നെന്താണ്, ഒരു മുതല നായാട്ട് മേൽവിലാസം മാറി എന്നുള്ളതും CS ഗോപാലപണിക്കരുടെ കഥകളുമാണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം, പ്രണയ കഥകളോടായിരുന്നു ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോന് ഒരു താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം എഴുതുന്ന അധികവും പ്രണയവുമായി ബന്ധപ്പെട്ട കഥകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥകളാണ് കല്യാണിക്കുട്ടിയും നാരായണിക്കുട്ടിയും എന്ന് പറയുന്നത്. എന്താണ്, രണ്ട് കുട്ടികളെ പറ്റി, എന്താണ് കല്യാണിക്കുട്ടി നാരായണിക്കുട്ടി, ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ്. കല്യാണിക്കുട്ടി നാരായണിക്കുട്ടി എന്ന് പറയുന്ന ഈ രണ്ട് കഥകളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രണയവുമായി ബന്ധപ്പെട്ട കഥകൾ. അമ്പാടി നാരായണ പൊതുവാളിനും പിന്നെന്താണ് ഈ താല്പര്യവും എന്ത് തന്നെയായിരുന്നു, ഈ അതായത് നമ്മുടെ കല്യാണിക്കുട്ടി നാരായണക്കുട്ടി എന്ന് പറയുന്ന പ്രണയ കഥകൾ പോലെ തന്നെ ഇദ്ദേഹത്തിനും അമ്പാടി നാരായണ പൊതുവാളിനും പ്രണയ കഥകളോടായിരുന്നു താല്പര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളുടെ പേരാണ് ഉളി പിടിച്ച കൈയും പിന്നെ കൈമളാശാൻ്റെ കല്യാണം എന്ന് പറയുന്നത്. ഓക്കെ ആയാലും പിന്നെ എന്നാൽ നമ്മുടെ
പൊതുവാൾ ചരിത്ര സംഭവങ്ങളിലേക്ക് കൂടി തൻ്റെ കഥാരചന എന്ത് ചെയ്തു വ്യാപിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പം ഇതുപോലെ കുറേ കൃതികളും അതോടൊപ്പം തന്നെ അതിൻ്റെ എഴുത്തുകാരെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് ആദ്യകാല കഥാകൃത്തുക്കളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ആദ്യകാല ചെറുകഥയുടെ സവിശേഷതകൾ എഴുതാൻ ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരെക്കുറിച്ചൊന്ന് നോക്കാം. നമ്മുടെ പ്രശസ്തനായിട്ടുള്ള കാര്യം അദ്ദേഹം നമ്മുടെ ആദ്യത്തെ ചെറുകഥയായ വാസനാകൃതിയുടെ കർത്താവാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ രചനാശൈലി എന്തായിരുന്നുവെന്നും പിന്നെ അത് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന മിശ്രവിവാഹം മൂർക്കോത്ത് കുമാരൻ്റെ രചനാശൈലിയിൽ നിന്നും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കാം. പ്രശസ്തനായിട്ടുള്ളൊരു പത്രപ്രവർത്തകൻ, ഉപന്യാസകാരൻ, ചെറുകഥാകൃത്ത്, നിരൂപകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിച്ച ഒരു കഥാകൃത്തായിരുന്നു വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാർ എന്ന് പറയുന്നത്. അദ്ദേഹം അറിയപ്പെടുന്ന പേരുകൾ ഇത് നമുക്ക് ഒരു മാർക്ക് ചോദ്യത്തിന് ചോദിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയായിരുന്നു പഠിച്ചു വച്ചിരിക്കുക. കേസരി, വജ്രസൂചി, വജ്രബാഹു എന്നീ തൂലികാനാമങ്ങളിൽ അറിയപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാർ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, കേസരി, വജ്രസൂചി, വജ്രബാഹു എന്നീ തൂലികാനാമങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്തു, കൃതികൾ പ്രസിദ്ധീകരിച്ചു. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥയെ, പ്രത്യേകിച്ച് സാമൂഹിക അസമത്വത്തെ കേസരി നിശിതമായി വിമർശിച്ചിരുന്നു. കേരള സഞ്ചാരി, കേരള പത്രിക എന്നീ പത്രങ്ങളുടെ പത്രാധിപരായും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പത്രാധിപരായിട്ട്, വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാർ പത്രാധിപരായിട്ട് പ്രവർത്തിച്ച പത്രങ്ങളുടെ പേരുകൾ ഏതൊക്കെയാണ്? കേരള സഞ്ചാരി, കേരള പത്രിക എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1892 മലബാർ ഡിറ്റക്റ്റീവ് ബോർഡിൽ അദ്ദേഹം അംഗമായി, കോയമ്പത്തൂർ കൃഷി വിദ്യാശാലയിലെ അംഗമായും, ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി രൂപീകരിച്ച ഉപദേശക സമിതിയിൽ അംഗമായും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ജോർജ് ചക്രവർത്തിയുടെ പട്ടാഭിഷേക സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ കീർത്തിമുദ്ര നൽകി നായനാരെ എന്ത് ചെയ്തു, ആദരിച്ചിരുന്നു. അങ്ങനെ 1912 അദ്ദേഹം മദുരാശി നിയമസഭയിൽ അംഗമായി. മലബാർ, ദക്ഷിണ കർണാടകം എന്നീ ജില്ലകളിലും ജന്മിമാരുടെ പ്രതിനിധിയായിട്ടാണ് നിയമസഭാംഗമായി അദ്ദേഹം പോയത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലി എന്ന് പറയുന്നത് എപ്രകാരമുള്ളതായിരുന്നു? വളരെ ലളിതമായിരുന്നു, സരസവുമായിരുന്നു. അവതരണം ഹൃദ്യവും ഭാഷയുടെ സുതാര്യതയെ ജീവനാഡിയാക്കുന്നവയുമാണ് വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സൃഷ്ടികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു വച്ചിരിക്കണം. ഇതിലേതൊരു കൃതി എടുത്തിട്ട് ഇത് ആരുടേതാണ് എന്നുള്ളൊരു രീതിയിൽ ഒരു മാർക്ക് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? ദ്വാരക, മെനോക്കിയെ കൊന്നതാര്, മദുരാശി പിത്തലാട്ടം, പൊട്ടഭാഗ്യം, കഥയൊന്നുമല്ല എന്നിവയൊക്കെയാണ് പ്രധാന കൃതികളെന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യകാല ചെറുകഥകളെക്കുറിച്ച് സവിശേഷതകളും കഥാകൃത്തുകളെപ്പറ്റിയും വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരെ കുറിച്ചുമാണ് അറിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട വാസനാകൃതി എന്ന ചെറുകഥയെക്കുറിച്ചും മിശ്രവിവാഹം എന്ന ചെറുകഥയെക്കുറിച്ചുമുള്ള ക്ലാസ് അടുത്ത പാർട്ടിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോസ് കിട്ടാൻ സബ്സ്ക്രൈബും ചെയ്യുക.